ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്, ഫോറസ്റ്റ് ഡ്രൈവർ എന്നീ പരീക്ഷകളുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഇതിലെ ആദ്യത്തെ 50 ചോദ്യങ്ങൾ ജനറൽ PSC ടോപ്പിക്സിൽ നിന്നും ബാക്കി 50 ചോദ്യങ്ങൾ ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ക്വസ്റ്റ്യൻസുമാണ്. SI മെയിൻസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, 10th പ്രിലിംസ്, 10th മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ 50 ചോദ്യങ്ങൾ പഠിക്കുക. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഒക്ടോബറിൽ നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് സ്റ്റഡി വിൻ PSC ഒരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നുണ്ട്. സെപ്റ്റംബർ 10-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത്. ഫീസ് 100 രൂപ മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് പിന്നീട് അറിയിക്കുക. ഓക്കെ, അപ്പം ക്ലാസ് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ആരുടെ വാക്കുകളാണിത്? ഓപ്ഷൻ ഡി, മഹാത്മാഗാന്ധി. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം? ഓപ്ഷൻ സി, നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം നവംബർ 26. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ, 1ഉം 3ഉം. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട്. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. അതും കൂടെ ഓർത്തുവെക്കുക. ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? ഓപ്ഷൻ ഡി, കളവൻകോട്. ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ കളവൻകോടിൽ. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി, 1ഉം 3ഉം. 1-ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘങ്ങൾ? ഓപ്ഷൻ എ, 1ഉം 3ഉം. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, കേരള മുസ്ലിം ഐക്യ സംഘം, അയ്യങ്കാളി സാധുജന പരിപാലന യോഗം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ആയിരത്തി 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം? ഓപ്ഷൻ സി, ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം? ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല? ഓപ്ഷൻ സി, പ്രാഥമിക മേഖല. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം? ഓപ്ഷൻ ഡി, ഹിമാചൽ പ്രദേശ്. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി, 1-ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം, 2-ാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനം, 3-ാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത, 4-ാം പഞ്ചവത്സര പദ്ധതി സ്വാശ്രയത്വം. മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ സി, 1ഉം 3ഉം. UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്.
ആയുർദൈർഘ്യം. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. ഓപ്ഷൻ സി മിന്നുമണി. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം മിന്നുമണി. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ. ഓപ്ഷൻ സി മഹൽവാരി വ്യവസ്ഥ. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ. ഓപ്ഷൻ സി മഹൽവാരി വ്യവസ്ഥ. ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക. ഓപ്ഷൻ ബി കരിമ്പ് ഉത്തർപ്രദേശ്, തേയില അസം, ചണം ബംഗാൾ, ഗോതമ്പ് പഞ്ചാബ്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ഡി 4 മാത്രം. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? ഓപ്ഷൻ സി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചതാര്? ഓപ്ഷൻ ഡി സർദാർ വല്ലഭായി പട്ടേൽ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് സർദാർ വല്ലഭായി പട്ടേൽ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയൻ. ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ധവള വിപ്ലവം. ഓപ്പറേഷൻ ഫ്ലഡ് ധവള വിപ്ലവം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശം അല്ലാത്തത്. ഓപ്ഷൻ ഡി സ്വത്തവകാശം. 2002 86 ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏത്? ഓപ്ഷൻ സി 1 മാത്രം. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ഓപ്ഷൻ എ പാർലമെന്റ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്? ഓപ്ഷൻ ബി ഭരണഘടനാ നിർമ്മാണ സഭ. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? ഓപ്ഷൻ എ കോട്ടയം. കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? കോട്ടയം ജില്ല. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ ബി ജോൺ ജോസഫ് മർഫി. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ജോൺ ജോസഫ് മർഫി. ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകമാണ്. അതും കൂടെ ഓർത്തു വെക്കുക. ശുദ്ധജലത്തിൻ്റെ ഷായും ശാസ്താംകോട്ടയുടെ ഷായും കൂടെ വെച്ചങ്ങ് ഓർത്താൽ മതിയേ. ഓക്കെ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? ഓപ്ഷൻ ബി NW3. ദേശീയ ജലപാത 3. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത്? ഓപ്ഷൻ എ ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ്. സിംഹവാലൻ കുരങ്ങുകൾക്ക് പേര് കേട്ട ദേശീയ ഉദ്യാനം സൈലന്റ് വാലി. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി ചാലക്കുടി പുഴ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ശബരിഗിരി. കേരളത്തിലെ
രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരിയാണ്. ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്നത്? ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശാണ്. ഉത്തര മഹാസമുദ്രത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഓപ്ഷൻ ബി എക്കൽ മണ്ണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഓപ്ഷൻ ഡി ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏത്? ഓപ്ഷൻ എ പാക് കടലിടുക്ക്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് പാക് കടലിടുക്ക്. ഹിമാലയൻ നദി അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ കൃഷ്ണ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത്? ഓപ്ഷൻ ഡി വളപട്ടണം. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ഓപ്ഷൻ എ പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഓപ്ഷൻ എ കോളറ. പല്ലിലെ ഇനാമലിന് നാശം ഉണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ്. ഇതിൽ സാംക്രമിക രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ക്യാൻസർ. ഇ സി ജിയുടെ പൂർണ്ണരൂപം? ഓപ്ഷൻ എ ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇ സി ജി ഇലക്ട്രോ കാർഡിയോഗ്രാം. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം. കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? ഓപ്ഷൻ സി പോപ്പിച്ചെടി. പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം? ഓപ്ഷൻ ബി എംഫിസിമ. പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം എംഫിസിമ. ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ സി ജീവകം എ നിശാന്തത, ജീവകം ബി ബെറിബെറി, ജീവകം സി സ്കർവി, ജീവകം ഡി റിക്കറ്റ്സ്. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി ശ്വേതരക്താണുക്കൾ. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ശ്വേതരക്താണുക്കളാണ്. 12,000 കിലോ അൺലാൻഡർ വെയ്റ്റുള്ള റോഡ് റോളർ ഏത് വിഭാഗം വാഹനത്തിൽ വരും? ഓപ്ഷൻ സി മീഡിയം ഗുഡ്സ് വാഹനം. ചരക്കു കയറ്റുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 12,000 കിലോയ്ക്ക് മുകളിലുള്ള വാഹനങ്ങൾ ഡാഷ് കാറ്റഗറി വാഹനങ്ങൾ എന്ന നിർവചനത്തിൽ വരുന്നു? ഓപ്ഷൻ എ N3. അപകട സാധ്യത നിറഞ്ഞ ചരക്ക് കയറ്റുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് പുതുക്കി നൽകുന്ന കാലാവധി? ഓപ്ഷൻ ബി 3 വർഷം. ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം? ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ പുക വലിക്കുക, വാഹനം മോഷ്ടിക്കുക, ഗുഡ്സ് വാഹനങ്ങളിൽ അമിതഭാരം കയറ്റുക. ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാരം? ഓപ്ഷൻ സി പുതിയ ലേണേഴ്സ് ലൈസൻസ് നൽകുക. പബ്ലിക് സർവീസ് വാഹനത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്ന വാഹനം? ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. മോട്ടോർ ക്യാബ്, മാക്സി ക്യാബ്, സ്റ്റേജ് കാരേജ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെർമിറ്റ് ആവശ്യമുള്ള വാഹനം? ഓപ്ഷൻ ഡി പ്രൈവറ്റ് സർവീസ് വാഹനങ്ങൾ. പെർമിറ്റ് ആവശ്യമുള്ള വാഹനം പ്രൈവറ്റ് സർവീസ് വാഹനങ്ങൾ. ഈ റിക്ഷയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിന്റെ കാലാവധി? ഓപ്ഷൻ എ 3 വർഷം. ഗുഡ്സ് വാഹനങ്ങൾക്ക് അസാധാരണമായ സാഹചര്യങ്ങളിൽ ടെമ്പററി പെർമിറ്റ് നൽകാവുന്ന പരമാവധി കാലാവധി? ഓപ്ഷൻ ഡി 1 വർഷം. ഡാഷ് വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു ഉചിതമായ ചൈൽഡ് റിസ്ട്രെയിൻഡ് സിസ്റ്റത്തിലാണ് ഇരിക്കുന്നതെന്ന് ഡ്രൈവർ ഉറപ്പുവരുത്തേണ്ടതാണ്? ഓപ്ഷൻ സി 12 വയസ്സ്. തൻ്റെ വാഹനം ഇടത്തേക്ക് തിരിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രൈവർ ചെയ്യരുതാത്തത്? ഓപ്ഷൻ എ സ്ലിപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ വാഹനം ഓടിക്കരുത്.
അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. പെഡസ്ട്രിയൽ ക്രോസിംഗിലും അതിനു മുമ്പുള്ള ഡാഷ് മീറ്ററിലും വാഹനം നിർത്തരുത്. ഓപ്ഷൻ സി 5. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ആദ്യത്തെ കുറ്റത്തിനുള്ള പിഴത്തുക. ഓപ്ഷൻ എ 10,000 രൂപ. വാഹനം ഓടിക്കാൻ മാനസികമായോ ശാരീരികമായോ അനുയോജ്യമല്ലാത്തപ്പോൾ മോട്ടോർ വാഹനം ഓടിച്ചാൽ ആദ്യത്തെ കുറ്റത്തിനുള്ള പിഴത്തുക. ഓപ്ഷൻ ബി 1000 രൂപ. സ്റ്റാർട്ടർ മോട്ടോർ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ ഏത് ഭാഗത്തെയാണ് കറക്കുന്നത്? ഓപ്ഷൻ സി ഫ്ലൈ വീൽ. ഫ്ലൈ വീലിനോട് ഡാഷ് ചേർന്ന് കറങ്ങി തുടങ്ങുന്ന അവസ്ഥയ്ക്കാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ക്ലച്ച് ഡിസ്ക്. വാഹനം ഓടിക്കുമ്പോൾ മുന്നിൽ കാണുന്ന കാര്യം തലച്ചോറിലെത്തി തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാൻ കാൽ ബ്രേക്കിലെത്താൻ എടുക്കുന്ന സമയത്തെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ ബി റിയാക്ഷൻ ടൈം. റോഡ് യൂസർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നവ. ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. ഡ്രൈവർ, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ, കാൽനടക്കാർ. ട്രാഫിക് കൺട്രോൾ സിഗ്നലിലെ ചുവന്ന ലൈറ്റ് മിന്നി പ്രകാശിച്ചാൽ ലൈറ്റിന് അഭിമുഖമായി വരുന്ന വാഹനങ്ങൾ. ഓപ്ഷൻ സി നിർത്തി കാൽനടക്കാർക്കും മേജർ റോഡിലെ വാഹനങ്ങൾക്കും മുൻഗണന നൽകി സിഗ്നൽ കടന്നുപോകാം. ട്രാഫിക് കൺട്രോൾ സിഗ്നലിലെ ചുവന്ന ലൈറ്റ് മിന്നി പ്രകാശിച്ചാൽ ലൈറ്റിന് അഭിമുഖമായി വരുന്ന വാഹനങ്ങൾ. ഓപ്ഷൻ സി നിർത്തി കാൽനടക്കാർക്കും മേജർ റോഡിലെ വാഹനങ്ങൾക്കും മുൻഗണന നൽകി സിഗ്നൽ കടന്നു പോകാം. ഫ്ലാഷ് ലൈറ്റുകളോ പ്രവർത്തിച്ചു നിൽക്കുന്ന എമർജൻസി വാഹനത്തിൽ നിന്നും അവയിലെ ജീവനക്കാർ ആവശ്യപ്പെട്ടാൽ മറ്റു വാഹനങ്ങൾ പാലിക്കേണ്ട ചുരുങ്ങിയ അകലം. ഓപ്ഷൻ സി 50 മീറ്റർ. ഫോഗ് ലൈറ്റ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ ചെയ്യരുതാത്ത കാര്യം. ഓപ്ഷൻ ബി ഹെഡ് ലൈറ്റ് ഓൺ ചെയ്ത് ഹൈ ബീമിൽ ഇടണം. ഹിൽ ഡ്രൈവിംഗിൽ ചെയ്യരുതാത്ത കാര്യം. ഓപ്ഷൻ ഡി ഇറക്കം ഇറങ്ങുമ്പോൾ വാഹനം ന്യൂട്രലിൽ ഓടിക്കുക. ഡ്രൈവിംഗിൽ MSM എന്താണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ കണ്ണാടി സിഗ്നൽ വിദഗ്ധമായ നടപടി. ഇംഗ്ലീഷിലും കൂടെ പഠിച്ചു വയ്ക്കാം. MSM സൂചിപ്പിക്കുന്നത് മിറർ സിഗ്നൽ മാനുവർ. കേരളത്തിലെ റോഡുകളിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത. ഓപ്ഷൻ ബി 60 km/മണിക്കൂർ. ദേശീയപാതയിൽ മീഡിയൻ ഡിവൈഡറോട് കൂടിയ റോഡിൽ ചരക്ക് വാഹനങ്ങളുടെ വേഗത പരിധി എത്രയാണ്? ഓപ്ഷൻ സി 80 km/h. സംസ്ഥാന പാതയിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സുകളുടെ വേഗതാ പരിധി എത്രയാണ്? ഓപ്ഷൻ ബി 50 km/h. സംസ്ഥാന പാതയിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സുകളുടെ വേഗതാ പരിധി. ഓപ്ഷൻ ബി 50 km/h. മോട്ടോർ വാഹന നിയമത്തിൽ അമിത ഭാരം കയറ്റാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നത് ഏതു വകുപ്പിലാണ്? ഓപ്ഷൻ ബി 113. അമിത ഭാരത്തിലുള്ള ഒരു വാഹനം പരിശോധിക്കുന്നതിന് വാഹന പരിശോധന ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകിയിട്ടുള്ളത് മോട്ടോർ വാഹന നിയമത്തിലെ ഏതു വകുപ്പിലാണ്? ഓപ്ഷൻ ബി 114. കാവൽക്കാരനില്ലാത്ത റെയിൽവേ ലെവൽ ക്രോസിംഗിൽ ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം? ഓപ്ഷൻ സി വാഹനം റോഡിന്റെ ഇടത് സൈഡിൽ നിർത്തിയ ശേഷം ഡ്രൈവറോ വാഹനത്തിൽ നിന്നും മറ്റാരെങ്കിലുമോ ഇറങ്ങി റെയിൽവേ ട്രാക്കിന്റെ 2 വശങ്ങളിൽ നിന്നും ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. വാഹനത്തിന്റെ ഉടമസ്ഥൻ തന്റെ വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ച് പിടിക്കപ്പെട്ടാൽ കിട്ടുന്ന ശിക്ഷ എന്താണ്? ഓപ്ഷൻ ബി 3 മാസം തടവ് അല്ലെങ്കിൽ 5000 രൂപ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 185 അനുശാസിക്കുന്നത് എന്ത്? ഓപ്ഷൻ ബി മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പം മിക്ക ചോദ്യപേപ്പറിലും ചോദിച്ചു. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 185 അനുശാസിക്കുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല. മോട്ടോർ വാഹന നിയമപ്രകാരം ഇൻഷുറൻസ് ഇല്ലാതെ ഒരു വാഹനം ഓടിച്ച് ആദ്യ തവണ പിടിക്കപ്പെട്ടാൽ കിട്ടുന്ന പരമാവധി ശിക്ഷ എന്താണ്? ഓപ്ഷൻ എ 3 മാസം തടവും അല്ലെങ്കിൽ 2000 രൂപ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും. വാഹനത്തിൽ അമിതഭാരം കയറ്റി പിടിക്കപ്പെട്ടാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ഓപ്ഷൻ സി പിഴ ഒടുക്കുകയും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുകയും ചെയ്യാവുന്ന കുറ്റമാണ്. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 184 പരിധിയിൽ വരാത്തത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി
ഹെൽമറ്റ് ധരിക്കാതെ ടൂ വീലർ ഓടിക്കുക. താഴെ പറയുന്നതിൽ മോട്ടോർ വാഹന നിയമം സെക്ഷൻ 134A പറയുന്ന ഒരു നല്ല സമരിറ്റാൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ ബി 1, 4. ഒരു നല്ല സമരിറ്റാനോട് ബഹുമാനപൂർവ്വം പെരുമാറേണ്ടതാണ്. അപകടം പറ്റിയ ആളെ ആശുപത്രിയിൽ എത്തിക്കുന്ന നല്ല സമരിറ്റാനോട് പോലീസോ ആശുപത്രി അധികൃതരോ മറ്റ് ആവശ്യങ്ങളൊന്നും തന്നെ പറയാതെ പെട്ടെന്ന് തന്നെ പോകാൻ അനുവദിക്കുക. CMVRSEC 168(5) പ്രകാരം എല്ലാ ആശുപത്രികളിലും ഡാഷ് കവാടത്തിലോ അനായാസം കണ്ണിൽപ്പെടുന്നതോ ആയ ഭാഗത്തോ ഹിന്ദി ഇംഗ്ലീഷ് ബോർഡ് സ്ഥാപിക്കേണ്ടതാണ്. ഓപ്ഷൻ ഡി ഒരു നല്ല സമരിറ്റാൻ്റെ അവകാശങ്ങൾ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ഒരു നല്ല സമരിറ്റാൻ അപകടം പറ്റി ആശുപത്രിയിൽ കൊണ്ടുവന്ന ആളുടെ ആശുപത്രി ചിലവുകൾ നൽകേണ്ടതില്ല. ഒരു നല്ല സമരിറ്റാൻ ഒരു അപകടത്തിൻ്റെ ദൃക്സാക്ഷിയാകാൻ സ്വയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളെ സാക്ഷി വിസ്താരം നടത്തുന്നതിനുള്ള നടപടിക്രമത്തിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ഒരു സമരിറ്റാനെ നിർബന്ധമായും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സാക്ഷി വിസ്താരം നടത്താവുന്നതാണ്. താഴെ പറയുന്നതിൽ ഏത് കുറ്റകൃത്യത്തിലാണ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാൻ കഴിയാത്തത്? ഓപ്ഷൻ സി ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക. ഏതുതരം വാഹനങ്ങളിലാണ് ഫാസ്ടാഗ് നിർബന്ധമാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ ഡി MN. CMVR 138(3) പ്രകാരം മോട്ടോർ വാഹനത്തിൽ ഏതൊക്കെ സീറ്റിലെ യാത്രക്കാരാണ് സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത്? ഓപ്ഷൻ സി വാഹനത്തിൻ്റെ മുൻ സീറ്റിലുള്ളവരും വാഹനത്തിൻ്റെ പിറകിലെ മുന്നിലേക്ക് അഭിമുഖമായി ഇരിക്കുന്ന സീറ്റിലെ യാത്രക്കാരും. വാണിംഗ് ട്രയാങ്കിൾ ചുവന്ന തിളങ്ങുന്ന പ്രതലത്തോടു കൂടിയ ത്രികോണം 4 വീലുള്ള GVW 7.5 ടണ്ണിന് മുകളിലുള്ള വാഹനങ്ങളിൽ എത്ര എണ്ണം വേണം? ഓപ്ഷൻ എ 2. GVW 7.5 ടണ്ണിന് മുകളിൽ ഉള്ള 4 വീലർ വാഹനങ്ങളിലെ CMVR 138(4) പ്രകാരം എത്ര ചോക്ക് ബ്ലോക്ക് ആവശ്യമാണ്? ഓപ്ഷൻ ബി 2. 4 വയസ്സുവരെയുള്ള കുട്ടികളെ കൊണ്ട് ടൂ വീലറിൽ യാത്ര ചെയ്യുമ്പോൾ വേഗത പരിധി എത്രയാണ്? ഓപ്ഷൻ ബി 40 km/h. പറയുന്നതിൽ ഏത് ട്രാൻസ്പോർട്ട് വാഹനത്തിലാണ് സ്പീഡ് ലിമിറ്റ് ഡിവൈസ് സ്പീഡ് ഗവർണർ നിർബന്ധമായും ഘടിപ്പിക്കേണ്ടത്? ഓപ്ഷൻ സി സ്റ്റേജ് കാരേജ് വാഹനങ്ങൾ. ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വാഹനങ്ങൾക്കൊഴികെയുള്ള ഒരു വാഹനങ്ങൾക്കും താഴെ പറയുന്ന നിറം ഉപയോഗിക്കാൻ പാടില്ല. ഓപ്ഷൻ സി ഒലിവ് ഗ്രീൻ. വാഹനങ്ങളിലെ റിയർ അണ്ടർ പ്രൊട്ടക്റ്റഡ് ഡിവൈസിന് ഉപയോഗിക്കേണ്ട നിറങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ മഞ്ഞയോടുകൂടി വെള്ള സീബ്ര വരകൾ. MN തരത്തിൽ വരുന്ന വെടിയുണ്ട ഏൽക്കാത്ത തരം വാഹനങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ ബി ആർമോർഡ് വാഹനങ്ങൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഏത് വാഹനത്തിലാണ് സ്പാർക്ക് അറസ്റ്റർ ഘടിപ്പിക്കേണ്ടത്? ഓപ്ഷൻ ബി ഗുഡ് കാരേജ്. ഡേഞ്ചറസ് ആൻഡ് ഹസാർഡ് നേച്ചർ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്